വിശേഷാൽ പ്രിയ കർത്താവിന്റെ ദാസൻ സജി പാസ്റ്റർ, അവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭ, എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരു പ്രാവശ്യം കൂടെ തന്നതിനായിട്ട് ഞാൻ എന്റെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ഭാഗ്യ പദവിയാണ്. പലർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത, കർത്താവ് നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മൊമെന്റിലും ദൈവിക സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതും സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. അതോർത്ത് ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് ദൈവവചനം സംസാരിക്കാൻ വേണ്ടി കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എന്റെ ഹൃദയത്തിനകത്തൂടെ കടന്നുപോയി. കഴിഞ്ഞൊരു 10-20 വർഷം കൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഒരുപാട് ചിന്തകളും വായിച്ച ബുക്സുകളുടെയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്തുണ്ടെങ്കിലും ഒരു സ്പെസിഫിക് വേർഡിന് വേണ്ടിയിട്ട് ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. കർത്താവിന്റെ ഹൃദയത്തിൽ അതുമായി ബന്ധപ്പെട്ട് തന്ന ചില ഭാഗങ്ങൾ ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കർത്താവ് ചിലരെ ഭിക്ഷക്കാരന്റെ മനോഭാവത്തിൽ നിന്ന് നമ്മള് രാജകീയ പുരോഹിത വർഗവും സ്വർഗീയ രാജാവിന്റെ മക്കളുമാണെന്നുള്ള ആ ബോധ്യത്തിനകത്തും മനോഭാവത്തിനകത്തും ജീവിക്കാൻ കഴിയുന്ന ഒരു ഉയർന്ന ചിന്താഗതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് നമുക്കറിയാം, ഒരുപാട് ക്രിസ്ത്യാനികൾ ഭിക്ഷക്കാരെ പോലെയാണ്. എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കാൻ വേണ്ടിയുള്ള യാചനകൾ മാത്രമാണ് പ്രാർത്ഥനകൾ. കാര്യം നേടിക്കിട്ടുക എന്നത് മാത്രമാണ് പല ആളുകളുടെയും ആഗ്രഹം. എന്നാൽ ദൈവവചനം നമ്മളെ പരിശീലിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് കർത്താവിന് ആവശ്യം ഇങ്ങനെ യാചിക്കുന്ന യാചകരെ അല്ല, കർത്താവിന്റെ പിതാവിന്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മക്കളെയാണ്. കോവർക്കേഴ്സിനെയാണ് ദൈവത്തിന് ആവശ്യം. പാർട്ട്നേഴ്സിനെയാണ്, അവന്റെ ബിസിനസിന്റെ പങ്കാളികളെയാണ് ദൈവത്തിന് ആവശ്യം. ആ നിലയിലുള്ള ഒരു മനോഭാവത്തിലേക്ക് തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷ നമ്മളെ കൊണ്ട് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകുന്നത്, എങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകുന്നത്, എങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്, എങ്ങനെയാ ദൈവത്തിന്റെ വിസിറ്റേഷൻ, പല കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, പല കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് തന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ദൈവവചനത്തിനകത്തൂടെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശേഷാൽ ദൈവവചന ശുശ്രൂഷ ആയതുകൊണ്ട് ഇത് ദൈവീക മർമ്മത്തെ തുറക്കുന്ന സമയമാണ്. ദൈവവചനം എപ്പോഴും നമ്മള് അത് പ്രസംഗിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെയാണ് തുറക്കുന്നത്. അത് വെളിയിലുള്ള ആളുകൾക്ക് അത് എത്രയും മനസ്സിലാവത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മക്കൾക്കാണ് ദൈവരാജ്യത്തിന്റെ സീക്രട്സ് മനസ്സിലാവുന്നത്. മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നുമ്പം ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു റെവലേഷൻ ആവുകയും ചില പ്രത്യേക ആത്മതലങ്ങളുമായിട്ട് അക്സസ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തിയെടുക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. ഒരുപാട് മുഖവുര പറഞ്ഞ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. Proverbs chapter 4 verse 23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ആമേൻ. ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമായിരിക്കും ഇത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, എത്ര പേർക്കൊരു ദൈവത്തിൽ നിന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വൈകുന്നേരം ദൈവവചനം സംസാരിക്കുന്നതിനകത്തൂടെ എനിക്കിന്ന് ചിലത് കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റോട് ആരെങ്കിലും ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഒരുക്കം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവാത്മാവ് വചനത്താൽ നമ്മളെ നിറയ്ക്കും. അതുകൊണ്ടൊരു പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. ഇവിടെ സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അവിടെ നിന്നാണ് ആകുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തെ നീ പ്രൊട്ടക്ട് ചെയ്യണം, നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം, സകല ജാഗ്രതയോടും കൂടെ അതിനെ സൂക്ഷിക്കണം. കാരണം ജീവന്റെ ഉത്ഭവം, ജീവന്റെ ഉറവ നിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരണ്ടേ.
അപ്പം അതിനെ അടയ്ക്കുന്ന സാധനം ഇട്ട് നീ അടച്ചു കളയരുത്. നിന്റെ അകത്താണ് സകല അനുഗ്രഹത്തിന്റെയും ഉറവ കിടക്കുന്ന, സകല നന്മകളുടെയും ഉത്ഭവ സ്ഥാനം നമ്മുടെ ഹാർട്ടാണ്, നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് അതിനെ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും വിലയേറിയതായിട്ട് കാണുന്നത് എന്താണെന്നറിയാമോ? 1 പത്രോസ് 3:3-4 വാക്യം വായിക്കുമ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളത്, ഏറ്റവും വിലയേറിയതായിട്ടുള്ളത് എന്തുവാ നമുക്ക് കാണാൻ പറ്റും. അതും കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 1 പത്രോസ് 3:3 3-4. 3-4. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവത്തിന് വളരെ വിലയേറിയതായിട്ട് ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പം ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്താൽ, ജാഗ്രതയോടെ സൂക്ഷിച്ചാൽ അതിനകത്തുനിന്ന് വരുന്നൊരു ഉറവയുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുത്ത് വാ, എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകും. ഹല്ലേലൂയ. ഈ പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പുതിയ നിയമത്തിനകത്ത് ഒന്നും വെളിയിൽ നിന്ന് അകത്തോട്ട് പോകുന്ന പരിപാടിയല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മുടെ അകത്ത് നിന്ന് വെളിയിലേക്കാണ് അനുഗ്രഹങ്ങൾ തുറക്കപ്പെടേണ്ടത്. നമ്മുടെ അകത്ത് നിന്ന് വെളിയിലേക്കാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരേണ്ടത്. പക്ഷെ ഇതിനെ തടയുന്ന, ഇതിനെ അടച്ചു കളയുന്ന വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ ഗൗരവത്തോടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുക. മിക്കവാറും ആളുകൾ രാവിലെ ഒരു കയ്യിൽ പത്രവും ഒരു കയ്യിൽ ചായയുമായിട്ടാണ് രാവിലത്തെ ദിവസം തുടങ്ങുന്നത്. നമ്മുടെ ന്യൂസ് പേപ്പറുകളുടെ കാര്യമൊക്കെ അറിയാമല്ലോ. ഏറ്റവും ഫ്രണ്ടിൽ ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ട്രെയിൻ കൂട്ടിയിടിച്ചു, അല്ലെങ്കിൽ വേറൊരു വിഷയം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ചെളിവാരി എറിയല്. ഇതെല്ലാം കൂടെ വായിച്ച് ആ പത്രം മുഴുവൻ വായിച്ച് തീരുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം നമ്മുടെ ഹാർട്ടിനെ ഫീഡ് ചെയ്തത് എന്തോ? കഴിഞ്ഞൊരു രാത്രി മുഴുവൻ പിശാച് നടത്തിയ അവന്റെ സകല പരിപാടികളും വായിച്ച് 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 അകത്ത് കയറ്റി. എന്നിട്ട് ഇനി രാത്രിയാവുമ്പോഴോ, വൈകുന്നേരത്തെ ക്രൈം ഫയൽ, എനിക്കറിയത്തില്ല, ഞാൻ കാണാറില്ല, എന്തോ ഒരു ഇതുണ്ട്, ഈ കൊലപാതകങ്ങളുടെ ചുരുളുകളെ കുറിച്ച് പറയുന്ന TV പ്രോഗ്രാമുകളുണ്ട്. എന്നിട്ട് രാത്രി കുത്തിയിരുന്ന് അതിങ്ങനെ അതൊരു ഹരം, ഒരു വല്ലാത്ത മാനസികാവസ്ഥകളിലേക്ക് ചിലർ എത്തിയിരിക്കുക. അത് കണ്ടാലേ ഉറക്കം വരത്തുള്ളൂ. ഈ കുറ്റാന്വേഷണ പരമ്പരകളും ക്രൈം ത്രില്ലറും ഒക്കെ രാത്രി കണ്ടിട്ട് രാത്രി കിടന്ന് ഉറങ്ങുക, രാത്രി കിടന്ന് സംസാരിക്കുക, ഇല്ല ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്നവരുണ്ട് ഇതിനെ കുറിച്ച്. അപ്പൊ എന്തോ ഹാർട്ടിനകത്ത് എന്തോ ഫീഡ് ചെയ്യുന്ന എന്തോ, നമ്മൾ എന്താണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ വീട്ടിനകത്ത് കുറെ പ്രശ്നമുണ്ട്, ജോലിയിൽ കുറെ പ്രശ്നമുണ്ട്, പിന്നെ ഇതല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങളും ഉള്ള ക്രൈം സീരീസിനകത്ത് പ്രശ്നങ്ങളും എല്ലാം കൂടെ എടുത്ത് ഹാർട്ടിനകത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഉള്ള രോഗമെല്ലാം നമ്മൾ സ്വീകരിക്കുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇല്ലേ, ഒരുമാതിരി ചില ആളുകൾക്ക് ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ ചെയ്തു പോകുന്ന പാസ്റ്റർമാരെ കുറിച്ചുള്ള കാര്യങ്ങളും അവരെ കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകളും മോശപ്പെട്ട വാർത്തകളും അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടുക. ഇനി ഒന്നും ചെയ്തില്ലേലും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഇത് വായിക്കുന്നതിലും കാണുന്നതിലും ഒരു സുഖം കണ്ടെത്തുന്നവരുണ്ട്. നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും പറയുന്നവർ കേൾക്കുമ്പോൾ ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുന്നവർ ഇവിടെ ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ ഇതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്നേ? നമുക്കൊരു ലൈഫ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ അകത്തുനിന്ന് ഒരു ജീവന്റെ പ്രകാശനം ഉണ്ടാകുന്നുണ്ട്. ഈ തരുന്ന നെഗറ്റീവ് ന്യൂസ്, ഈ കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ട സ്നേഹത്തെ അടച്ചു കളയുക. നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് നമ്മുടെ ദൈവദാസനെ ബഹുമാനിക്കേണ്ടത്, നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ തണുപ്പിച്ച് കളയുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയാ, ഐ ഹാവ് കെപ്റ്റ് മൈ ഫെയ്ത്ത്, ഞാൻ എന്റെ വിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്തു. ഹല്ലേലൂയ. ഇല്ലേ? ഈ അന്ത്യകാലത്ത് അനേകരുടെ വിശ്വാസം ഫ്രീസായി പോകും, തണുത്തു പോകും. എങ്ങനെ തണുത്തു പോകുന്നേ? ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം കേട്ട് 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 ഇപ്പം ചിലരൊക്കെ യുക്തിവാദികളായിട്ട് മാറി, ചില ആളുകൾ ഇല്ലേ നിരീശ്വരവാദികളായിട്ട് മാറി. ഇങ്ങനെ പല പല ചിന്തകൾ ഇങ്ങനെ കേട്ട് കേട്ട് പല രീതി പോയിക്കൊണ്ടിരിക്കുക. ഞാനിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ,
നമ്മുടെ ഹൃദയത്തെ ഗൗരവത്തോടെ സൂക്ഷിക്കണം. എന്താണ് കേൾക്കേണ്ടത്, എന്താണ് നമ്മുടെ അകത്തോട്ട് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്, എന്താണ് അത് ഗൗരവപരമായി തന്നെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ എടുക്കുകയും ചെയ്യുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ വളരെ ശക്തിയോടെ സംസാരിക്കാനായി തന്നൊരു ഭാഗമാണ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വന്നിട്ടേ നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് അത് നിരത്തും. നമ്മുടെ സകല അനുഗ്രഹങ്ങളും ആദ്യം നമ്മൾ സ്വീകരിക്കുന്ന ഇടം എവിടാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ കിട്ടിയതിന് ശേഷമാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഇല്ലേ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു വാക്യം തന്നെ വായിക്കാം. ഒരു വാക്യം വായിക്കുമ്പം ആ ഒരു കാര്യത്തിനകത്ത് നമുക്കൊരു വലിയൊരു അത് ക്ലിയർ ആവും. യേശു ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച് സഹായിക്കാം. മാർക്ക് ചാപ്റ്റർ 11:23. മർക്കോസ് 11:20. 23. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിക്കണം ആ കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിച്ചെന്ന് വിശ്വസിക്കണം, എന്നാൽ അത് ഉണ്ടാകും. ലഭിച്ചെന്ന് വിശ്വസിച്ചാൽ ഉണ്ടാകും. അപ്പൊ ആദ്യം ലഭിക്കേണ്ടത് എവിടാ? പ്രാർത്ഥിക്കുന്ന ആളിന് ആദ്യം ലഭിക്കേണ്ടത് എവിടാണ്? ഹൃദയത്തിനകത്ത്. ഹൃദയത്തിനകത്ത് ലഭിച്ചാൽ അത് ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും. അപ്പോൾ ആദ്യം അകത്ത് ലഭിക്കുന്നു, പിന്നെ വെളിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇല്ലേ? കർത്താവ് എങ്ങനെയാ ഈ ഭൂമിയെ ഉണ്ടാക്കിയത്? എങ്ങനെയാ? ഹല്ലേലൂയ. ചുമ്മാ അങ്ങ് പറയും, ആദ്യം ഇത് പിതാവിന്റെ ഹൃദയത്തിന്റെ അകത്താ ഉണ്ടായേ, അതിനുശേഷമാണ് അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തു വന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മളൊരു ആശാരിയെ വിളിച്ച് കുറച്ച് തടിയൊക്കെ എടുത്തിട്ട് അലമാര പണിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചുമ്മാതെ 2 കമ്പെടുത്ത് വെക്കുമ്പോൾ അലമാര ഉണ്ടാവുമല്ല. ആ ആശാരിയുടെ മനസ്സിനകത്താണ്, ഹൃദയത്തിനകത്ത് ആദ്യം ഒരു അലമാര വരും. അതിനകത്ത് കൊത്തുപണി ചെയ്യണം, അതിന്റെ ഫ്രണ്ടിൽ ഗ്ലാസ് എങ്ങനെയാണ്, അതിന്റെ ഫ്രണ്ടിൽ ടിൻ ബോക്സ് എന്തെങ്കിലും വെക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യണ്ടേ, അദ്ദേഹത്തിന്റെ മനസ്സിൽ വരും. ആ മനസ്സിൽ വരുന്ന കാര്യമാണ് നമ്മൾ കൊടുത്ത തടി വെച്ചിട്ട് ആശാരി പണിത് മനോഹരമായിട്ടൊരു അലമാരയായിട്ടോ ഒരു കട്ടിലായിട്ടോ ഒക്കെ നമുക്ക് തരുന്നത്. അപ്പം ഒരു കാര്യത്തിന്റെ ഔട്ട്പുട്ട് വരുന്നതിന് മുൻപ് ഒരു ഇൻപുട്ട് ഉണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണോ നമ്മുടെ ഇമാജിനേഷൻ, ആ ഇമാജിനേഷന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചപ്പും ചവറും എല്ലാം നമ്മുടെ ഹൃദയം വേസ്റ്റ് ബിൻ അല്ല. ഉള്ള കച്ചട എല്ലാം കൊണ്ടിടുന്ന സ്ഥലമല്ല, വേണ്ടാത്തതെല്ലാം ഇടുന്ന സ്ഥലമല്ല. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുന്നെങ്കിൽ, ദൈവ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നെങ്കിൽ ഒരു ഭയങ്കര മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. ഹല്ലേലൂയ. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ലഭിക്കണം. കർത്താവ് അത് ചെയ്യും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് കിട്ടുമ്പോൾ മാത്രമാണ് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഞാൻ പറഞ്ഞപ്പം കാട്ടത്തി വേരോടെ അറ്റുപോയി, നിനക്കും അത് പറ്റും. എങ്ങനെ പറ്റുന്നേ? നീ ഹൃദയത്തിനകത്ത് സംശയിക്കാതെ നീ ആ മലയോട് പറഞ്ഞാൽ അത് ചാടിപ്പോകും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല മാറിപ്പോകുന്നത് ആദ്യം നിന്റെ ഹൃദയത്തിനകത്ത് നീ കാണണം. നിന്റെ ഹൃദയത്തിനകത്ത് ആ ഒരു ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല മൂവ് ചെയ്യുന്നത് നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ് ആദ്യം അത്ഭുതങ്ങൾ നടക്കേണ്ടത്, ആദ്യം പണി നടക്കേണ്ടത്. കാരണം ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തോട്ട്, ഇല്ലേ? ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു ദൈവത്തിന്റെ സ്നേഹിതൻ. അബ്രഹാമിന്റെ ജീവിതം നമുക്കറിയാം, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. മോശയുടെ മൂക്കിന്റെ തുമ്പത്തായിരുന്നു ദേഷ്യം. താപ്പോട്ട് വരുമ്പോൾ നമുക്കറിയാം കൽപ്പലകൊക്കെ എറിഞ്ഞു പൊട്ടിച്ച്. പക്ഷെ കർത്താവ് നോക്കുന്ന അവന്റെ പുറമേ ഉള്ള ഒരു ബിഹേവിയർ അല്ല,
കർത്താവ് അവന്റെ ഹാർട്ടിലോട്ട് നോക്കിയിട്ട് പറയാം, മോശയെ പോലെ സൗമ്യനായിട്ടുള്ള മനുഷ്യൻ ആരാ ഉള്ളേ? ഹല്ലേലൂയ. ദാവീദിനെ നോക്കുമ്പോൾ നമ്മൾ പുറമെയാണ് നോക്കുന്നത്, പക്ഷെ ദാവീദിനെ കുറിച്ച് പറയാം, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ളവനാ. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും, പക്ഷെ ദൈവം ഹൃദയത്തെ നോക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളത് ഹൃദയമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സ്ഥലം ഹൃദയമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, പഴയ നിയമത്തിൽ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചാലേ വ്യഭിചാരിയാവത്തുള്ളൂ, ഒരാളെ കുത്തി കൊന്നാലേ കൊലപാതകനാകത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ യേശു നോക്കുന്നത് ഹൃദയത്തിനകത്തോട്ടാ. നിന്റെ ഹൃദയത്തിനകത്ത് നീ ചിന്തിച്ചപ്പോൾ തന്നെ അങ്ങനെ ചെയ്തു. ഹാലേലൂയ. അപ്പം ദൈവത്തിന്റെ കണ്ണ് എവിടാ ഇരിക്കുന്നേ? കർത്താവിന്റെ കണ്ണ് എവിടാ? നമ്മുടെ ഹാർട്ടിനകത്താ. നീ വെളിയിലൊന്നും ചെയ്യണ്ട, നീ വെളിയിലൊന്നും കാണിക്കണ്ട, നിന്റെ ഹൃദയത്തിനകത്ത് എന്തൊക്കെ ഉണ്ട്. ഹാലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കർത്താവ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നേ? ഹാലേലൂയ. സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. അപ്പൊ ചിലര് പറയും, അയ്യോ അത് ഭയങ്കര പാടാ, എങ്ങനെ അത് പറ്റും? ഹൃദയത്തിനകത്ത് പല കാര്യങ്ങൾ ഇങ്ങനെ കയറി വരുമല്ലേ, പല ചിന്തകൾ കയറി വരുമല്ലേ, നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോകേണ്ട വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് പറയാനാണ്, ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിനകത്ത് നിന്ന് എനിക്ക് വലിയൊരു നിയോഗമുള്ളത്. ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ആരും ദൂതന്മാരെ നേരിട്ട് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ലായിരിക്കും. ആരെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ എല്ലാവരും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നേരിട്ട് കണ്ടിട്ടില്ല, യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട കർത്താവിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത്, അതിനകത്തുനിന്ന് നമുക്കെടുത്ത് ഭക്ഷിക്കാൻ കഴിയുന്ന കർത്താവിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ചിലർ പറയും, ഞാൻ 10 പ്രാവശ്യം ബൈബിൾ വായിച്ചു. ചിലർ പറയും, ഞാൻ 5 പ്രാവശ്യം ബൈബിൾ വായിച്ചു. ഞാൻ കുഞ്ഞിലെയൊക്കെ ബൈബിൾ പഠിച്ചിട്ട് ഞാൻ കാണാതെ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം വചനം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ലേ? ഹല്ലേലൂയ. നമുക്കറിയാം, യോശുവയുടെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, ഹല്ലേലൂയ, നീ വചനത്തെ രാപ്പകൽ ധ്യാനിക്കണം. ഇല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാമോ? 1:8 വായിക്കാമോ? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. രാവും പകലും നീ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്താൽ യു വിൽ ബി സക്സസ്ഫുൾ. നീ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നീ കൃതാർത്ഥനാകും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഹല്ലേലൂയ. ഇല്ലേ? ഇന്ന് ഒരുപാട് പേര് സക്സസ് ആവാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കമുളച്ച് ബുക്ക് വായിക്കുന്നു, കഷ്ടപ്പെടുന്നു, ആകെ അസ്വസ്ഥരായിട്ട് ഓടി നടക്കുന്നു. എന്നിട്ടും പലയിടത്തും അങ്ങോട്ട് വിചാരിക്കുന്ന വിജയത്തിൽ എത്താൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവിന്റെ വചനത്തിനകത്ത് ആ സീക്രട്ട് കിടപ്പുണ്ട്. വേണമെങ്കിൽ എടുത്തോ. അല്ലെങ്കിൽ നിന്റെ രക്തം വെള്ളമാക്കണ്ട. കാരണം യേശു ഗെത്സമനയിൽ അവിടുത്തെ രക്തം ഓൾറെഡി വെള്ളമാക്കി. ഹല്ലേലൂയ. നിനക്കിനി ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ വചനത്തെ ധ്യാനിച്ച് അതിനെ മെഡിറ്റേറ്റ് ചെയ്താൽ മതി. നിന്റെ ഓഫീസിൽ നീ സക്സസ് ആയിരിക്കും, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ സക്സസ് ആയിരിക്കും. നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും 100% നിന്നെ കൃതാർത്ഥനാക്കാൻ, സക്സസ്ഫുൾ ആക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? അത് ഇങ്ങനെ വചനം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചുമ്മാ വായിച്ചു വിടുവല്ല, ഒരു വചനം എടുത്ത് അങ്ങോട്ട് പശു അയവിറക്കുന്നത് പോലെ ആ വചനം അങ്ങോട്ട് അതിനെങ്ങനെ ചൂ ചെയ്ത് അതിനെ എങ്ങനെ ബബിൾ കം ചവയ്ക്കുന്നത് പോലെ അതെങ്ങനെ ഇങ്ങനെ അയവിറക്കി അതിനൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. നീ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുമ്പോഴും അത് മാറിപ്പോകത്തില്ല. അത് നിന്റെ അസ്ഥിക്കകത്ത് കയറും, രക്തത്തിനകത്ത് കയറും, ബ്രെയിനകത്ത് കയറും. ശരീരത്തിൽ മുഴുവൻ ആ വചനം വഹിച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ദൈവ വചനത്തെ ധ്യാനിക്കുന്നവന്റെ ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയത്തിനകത്ത് വേറൊരു സാധനം കേറത്തില്ല. ഹല്ലേലൂയ. ഇനി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ബൈബിള് വായിക്കുന്നതിനകത്തു നിന്നൊക്കെ ഇങ്ങനെ മാറിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവരെ തിരിച്ചു വിളിക്കുക. ബൈബിൾ തുറന്നോ, ദൈവവചനവുമായിട്ട് കുറച്ച് സമയം, ഹല്ലേലൂയ, നിനക്കൊരു പേഴ്സണൽ ടൈം ഉണ്ടാവണം. ആ സമയത്ത് ദൈവവചനവുമായിട്ട് ഇരിക്കാൻ കഴിയണം, ദൈവവചനം ധ്യാനിക്കാൻ കഴിയണം. അത് നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ഹിതത്തിന്റെ ചിത്രങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയ.
യോശുവ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യോശുവയും കാലേബും 10 പേരും കനാൻ നാട് ഉറ്റുനോക്കാൻ പോയി. അവര് കനാൻ നാട് ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം 10 പേരുടെ മറുപടി ഇങ്ങനെയാണ്: അയ്യോ, അവിടെ നല്ല മനോഹരമായ ഫലപുഷ്ടമായ സ്ഥലമാണ്, പക്ഷെ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവരുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ വെട്ടുക്കിളിയെ പോലെ തോന്നി. നോക്കിക്കേ, അവരുടെ ഇമാജിനേഷൻ നോക്കിക്കേ. അവിടെയുള്ള മുസൽമാന്മാരെ കണ്ടപ്പം ഞങ്ങളെ വെട്ടുക്കിളിയെ പോലെ തോന്നി. അവർ ഇമാജിൻ ചെയ്തേക്കുന്ന ഇപ്പൊ എന്തുവാ? അവര് വെട്ടുക്കിളിയും അവൻ വലിയ മല്ലനും. അകത്ത് കിട്ടിയ ചിത്രം എന്താ? പിക്ചർ. ഞാൻ കഴിവ് കെട്ടവൻ, അവർ കഴിവുള്ളവൻ. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞെന്തോ അറിയോ? ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ അവരുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ഇമേജ്, അവരുടെ ഇമാജിനേഷൻ നമ്മൾ ഇത് അവകാശമാക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പ്രവാചകന്മാർ ഇഷ്ടം പോലെ തലയിൽ കൈവച്ചും അല്ലാതെയും ഒക്കെ ദൂത് കേട്ടവർ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നിന്റെ ഹൃദയത്തിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഏതാണ്? ലോകം കാണിക്കുന്ന ചിത്രമാണോ? ദൈവവചനം കാണിക്കുന്ന ചിത്രമാണോ? ഹല്ലേലൂയ. പിശാച് അവന്റെ പദ്ധതികളെ കാണിക്കുന്നതാണോ നീ സ്വീകരിച്ച് നിന്റെ ഹൃദയത്തിനകത്ത് ഫീഡ് ചെയ്യുന്നേ? അതോ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്ലാൻ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണോ നീ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് പിശാച് കൊണ്ടിട്ട ചില ഇമേജുകളെ, ചില ചിത്രങ്ങളെ, നശിക്കുമെന്ന്, തകരുമെന്ന്, വഴി തുറക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കൊണ്ടിട്ട ഇമേജുകൾ ഇന്ന് കർത്താവ് അതിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് അതിനെ പൂർണ്ണമായി ഹൃദയത്തിനകത്തുനിന്ന് എടുത്തു മാറ്റിയിട്ട് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ രാജ്യവുമായിട്ടുള്ളൊരു ഭയങ്കര ബന്ധത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു അസാധാരണമായൊരു വൈകുന്നേരമായിട്ട് ഈ വൈകുന്നേരം മാറുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ വാക്കിംഗ് എടുക്കുന്നില്ല, വേണ്ടുന്നവര് റെഫറൻസ് നോക്കിയാൽ മതി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്കറിയാം ഇസഹാക്ക് വെളിംപ്രദേശത്തേക്ക് ധ്യാനിക്കാനായിട്ട് പോയി. വെളിംപ്രദേശത്ത് അവൻ ധ്യാനിക്കാനായിട്ട് ചെന്ന് അവൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ അടുത്തത് അവൻ തല പൊക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. ഹല്ലേലൂയ. നീ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് ചില ഇമേജുകൾ, ചില ചിത്രങ്ങൾ മനസ്സിനകത്ത് ഇട്ട് തരും. ഹല്ലേലൂയ. നെക്സ്റ്റ് നീ ചെയ്യാൻ പോകുന്നത്, നിന്റെ തല ഉയർത്തും. നിനക്ക് ദൈവം നിന്റെ ധ്യാനത്തിനകത്ത് എന്താണോ തന്നത് അത് നിന്റെ ജീവിതത്തിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്ത്, വചനം മെഡിറ്റേറ്റ് ചെയ്യ്, ചുമ്മാ അത് വായിച്ചു വിടാതെ. 10 പ്രാവശ്യം വായിച്ചു എന്ന് പ്രശംസിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഹല്ലേലൂയ ചിലത് കണ്ടെത്തി ഭക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. 119 സങ്കീർത്തനത്തിന്റെ 162 വാക്യം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിനകത്തോട്ട് പ്രവേശിക്കുന്നവൻ കൊള്ള പിടിക്കാൻ പോകുന്നവനെ പോലെ അതിനെ പിടിക്കണമെന്ന, കൊള്ള പിടിക്കാൻ പോകുന്നവനെ പോലെ. ഈ വചനത്തിനകത്ത് കയറിയിട്ട് നിനക്ക് വേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതിനെ മൊത്തം പിടിക്കാൻ പറ്റുന്ന കണക്ക് ദൈവ വചനത്തിനകത്ത് കയറിക്കോണം. ആരോഗ്യമാണോ ഒരു ചിത്രം കൊണ്ടുവന്ന് പിശാച് കാണിച്ചത്? വൈദ്യശാസ്ത്രം കാണിച്ച് നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിത്രം വചനത്തിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ ചിത്രം അങ്ങോട്ട് അകത്തോട്ട് വന്നാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിന്ന് കർത്താവ് തന്ന ആയുസ് മുഴുവൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ചിത്രം അകത്തോട്ടൊന്ന് വരട്ടെ. ഹല്ലേലൂയ. ഇല്ലേ? നമുക്ക് അഹരോന്റെ മരണത്തിൽ മോശ പാടിയ പാട്ടും കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഹല്ലേലൂയ. 7 10 ഏറെയായാൽ 80 എന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ മോശ മരിച്ചത് 120ാമത്തെ വയസ്സിൽ. അവന്റെ കണ്ണ് മങ്ങിപ്പോയില്ല, അവൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കഷ്ടതയും ദുഃഖമൊന്നുമല്ല. കർത്താവ് തലമുടി നരച്ചാലും തൊക്ക് ചുടുങ്ങിയാലും അവൻ കൈവിടത്തില്ല. ഹല്ലേലൂയ. ചിത്രമൊക്കെ മാറട്ടെ, പൂർണ്ണ ആരോഗ്യത്തോടിരിക്കും. വേറെ ഒരാളിന്റെ പരസഹായം ഇല്ലാതെ, വേറെ ഒരാൾ കൈപിടിച്ചുകൊണ്ടൊരു കാര്യത്തിന് പോകാതെ പൂർണ്ണ ആരോഗ്യത്തോടിരിക്കുന്ന ഒരു ചിത്രം അകത്തുണ്ടാകട്ടെ. ഹല്ലേലൂയ. അയ്യോ കർത്താവ്, എനിക്ക് ആരുമില്ല, എന്റെ വാർദ്ധക്യത്തിൽ ആരെന്നെ നോക്കും? ഞാൻ കിടന്നു പോയാൽ ആ ചിന്തയൊക്കെ എടുത്ത് കള. ഹല്ലേലൂയ. അങ്ങനൊന്നും ചിന്തിക്കണ്ടെന്നേ. ഹല്ലേലൂയ. നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. നല്ല ചിന്തകൾ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ.
ഒരു വളരെ രസകരമായിട്ടൊരു കാര്യം ഞാൻ പുതിയ നിയമത്തിൽ കണ്ടു. ഞാൻ നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ വായിക്കുമ്പം ഈ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും കാര്യം വായിക്കുമ്പം എനിക്ക് 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 രസകരമായിട്ട് തോന്നുകയും എനിക്ക് ഒരു ചിരി വരികയും ചെയ്തൊരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. ഒന്ന് നോക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിന്റെ 14, 15, 16 വാക്യം. യോഹന്നാന്റെ അപ്പോൾ സുവിശേഷം. ആ, അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ലാസർ മരിച്ചു. യേശു അവരോട് പറഞ്ഞു, ലാസർ ഉറങ്ങുകയാ, നമുക്ക് അവനെ ഉണർത്താൻ പോകാം. അപ്പൊ ശിഷ്യന്മാർക്ക് അത്ര കാര്യം പിടികിട്ടിയില്ല. യേശു തെളിവായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചു, നമുക്ക് അവനെ ജീവിപ്പിക്കാൻ പോകാം. ഉടനെ ദീദിമോസ് എന്ന പേരുള്ള തോമസ് പറയുകയാണ്, നമുക്ക് അവന്റെ കൂടെ മരിക്കാൻ പോകാമെന്ന്. അപ്പം യേശുവിന്റെ മനസ്സിനകത്തെ ചിത്രം, മരിച്ച ലാസറിന്റെ വീട്ടിൽ പോകുന്നു, ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നു, ലാസർ എഴുന്നേറ്റ് വരുന്നു. ഈ ചിത്രമാണ് യേശുവിന്റെ മനസ്സിൽ. പക്ഷെ തോമസിന്റെ മനസ്സിൽ ഇതെല്ലാം കേട്ടപ്പോ തോമസ് പറയാ, നമുക്ക് അങ്ങോട്ട് പോവാം, എന്തായാലും കല്ലെറി കൊണ്ട് മരിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ കല്ലെറിയുന്ന ആളുകളാണ് അവിടുത്തെ ആളുകൾ. അപ്പം യേശു ചെല്ലുന്നു, മരിച്ചു 4 ദിവസം കഴിഞ്ഞു, നാറ്റം വെച്ചു, അവിടെ ഒന്നും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 മണിക്കൂറോ ഒരു ദിവസമോ വല്ല ഉണ്ടെങ്കിൽ നോക്കരുത്. 4 ദിവസം കഴിഞ്ഞു, അവിടെ ചെല്ലും, ഒന്നും സംഭവിക്കത്തില്ല. നാട്ടുകാർ കല്ലെറിയും. യേശു കല്ലെറിഞ്ഞ് മരിച്ച് അപ്പുറത്ത് കിടക്കുന്നു. പത്രോസ് കല്ലെറിഞ്ഞ് ഏറുകൊണ്ട് ഇപ്പുറത്ത് കിടക്കുന്നു. തോമസ് ഇമാജിൻ ചെയ്യുകയാണ്, താണ്ട ഞാനും കല്ലേറുകൊണ്ട് മരിച്ച് ഇപ്പുറത്ത് കിടക്കുന്നു. ഇല്ലേ? നോക്കിക്കേ, രണ്ടുപേരൊരു വിഷയത്തെ ഫേസ് ചെയ്യുന്ന നോക്കിക്കേ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ അകത്തുള്ള ഇമാജിനേഷൻ എന്താണ്? ഹല്ലേലൂയ. ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളാണോ? നിരാശപ്പെടുത്തുന്ന ചിത്രങ്ങളാണോ? തകർച്ചയുടെ ചിത്രങ്ങളാണോ? പരാജയത്തിന്റെ ചിത്രമാണോ? ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ഗൗരവത്തോടെ, ജാഗ്രതയോടെ നീ സൂക്ഷിക്കുക. എന്താണ് കേൾക്കുന്നത്? എന്താണ് കാണുന്നത്? എവിടെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇതിനകത്ത് ഹല്ലേലൂയ വളരെ കൃത്യതയോടൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ദൈവവചനത്തിൽ ആനന്ദിക്കാനും ദൈവവചനത്തിൽ സന്തോഷിക്കാനും തുടങ്ങിയിട്ട് ഹല്ലേലൂയ പറയാൻ തുടങ്ങി, കർത്താവ് പറഞ്ഞെങ്കിൽ അതേ നടക്കത്തുള്ളൂ. യോശുവയും കാലേബും പറഞ്ഞതുപോലെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വചനമേ നടക്കത്തുള്ളെന്ന് പറയാൻ ഹല്ലേലൂയ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, അകത്തെ ചിത്രം ഒന്ന് മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടുന്നത്, കർത്താവിന്റെ ഹിതം കിട്ടുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അകത്തൊരു ഇമേജ് ഇട്ട് തരും. ഒരു ചിത്രം തരും. എന്തോ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത് എന്തോ ചെയ്യാൻ പോകുന്നത്. വചനം അങ്ങോട്ട് ധ്യാനിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു പിക്ചർ വന്ന് കയറും. ഈ ചിത്രം അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് അതിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നത് പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഒരുപാട് പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കർത്താവ് ആദ്യം നമ്മുടെ അകത്താ തരുന്നത്. ഹല്ലേലൂയ. യോസഫ് ചെറിയ ബാലനായിരുന്നപ്പോൾ അവന്റെ അകത്ത് ചിത്രം കൊടുത്തു. ഹല്ലേലൂയ. ജ്യേഷ്ഠന്മാരുടെ കറ്റകൾ എഴുന്നേറ്റ് നിന്ന് വണങ്ങുന്നു. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും കൂടെ വണങ്ങുന്നു. 2 ചിത്രം അകത്ത് കിടന്നത് അവന്റെ ലൈഫിൽ. അവൻ പോയ വഴികളിലെല്ലാം ഹല്ലേലൂയ അവൻ കരുത്തനായി നിൽക്കുകയും ഹല്ലേലൂയ അവസാനം ആ പിക്ചറിന്റെ ഒരു ഫുൾഫിൽമെന്റ്, നമുക്ക് അതിനൊരു പൂർത്തീകരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെ? ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ ഇട്ട ചിലവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. കർത്താവ് ചിലത് ചെയ്യാനായിട്ട് പോവാണ്. ഹല്ലേലൂയ. അങ്ങനെ ധ്യാനിക്കുന്നതിന് ഫോർട്ടിസോ എന്ന് പറഞ്ഞൊരു പദം ചില ട്രാൻസ്ലേഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടാകും. വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശനം ഉണ്ടാകും, ഒരു വെളിച്ചം അകത്ത് കയറും. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ 119-ാം സങ്കീർത്തനം ഒരു മാർക്കറുമായിട്ട് ഇരുന്നിട്ട് വായിക്കണം. അതിനകത്ത് വചനത്തിന്റെ ശ്രേഷ്ഠത അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വചനം തേനിലും മധുരമാണ്, വചനം പാതയ്ക്ക് പ്രകാശമാണ്, വചനം ഹല്ലേലൂയ വാതിലുകളെ തുറക്കുന്നതാണ്. ഞാൻ അതിങ്ങനെ കഴിഞ്ഞ ദിവസം ഇരുന്ന് വായിച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയപ്പം 164 പ്രാവശ്യം അവിടെ വചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് 119-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ബൈബിള് തുറന്ന് വായിക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും. നിങ്ങൾ നോക്കി അറിയാം, ചിലരുടെ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കണം, ഏറ്റവും കൂടുതൽ അഴുക്ക് പറ്റിയിരിക്കുന്ന ഭാഗം എവിടാന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ.
ഈ സങ്കീർത്തനത്തിന്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ അഴുക്ക്. ചിലരുടെ ഇങ്ങനെ നടുക്കത്തെ ഭാഗം ഇങ്ങനെ തള്ളിയിരിക്കും. എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ വായിക്കുക, 91 സങ്കീർത്തനം വായിക്കുക, കിടന്നുറങ്ങുക. ഹല്ലേലൂയ. ചില കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ക്രീം ബിസ്ക്കറ്റിന്റെ 2 വശം ഇങ്ങനെ തുറന്നിട്ട് നടുക്കത്തെ ക്രീം മാത്രം, സങ്കീർത്തനം മാത്രം കഴിച്ചിട്ട് ഈ 2 വശം എടുത്ത് കളയും. ഹല്ലേലൂയ. ഇല്ലേ? എല്ലാം എല്ലാം പ്രയോജനമുള്ളതാണ്, എല്ലാം പ്രയോജനമുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ പുതിയ നിയമത്തിനകത്ത് ആ ദൈവദാസൻ പറഞ്ഞതുപോലെ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ, നമ്മുടെ പൊസിഷൻ, നമ്മുടെ പദവി, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുകുമ്പോഴുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒരു ട്രാൻസ്ഫിഗറേഷൻ ഉണ്ട്. ഹല്ലേലൂയ. ആളും മാറുന്നവനെ പോലെ മാറുന്ന ഒരു രീതിയുണ്ട്. ഹല്ലേലൂയ. ഇത് സംഭവിക്കുന്നത് ഹല്ലേലൂയ മനസ്സിനുണ്ടാകുന്ന മാറ്റത്തിലൂടെയാണ്. ഇത് ഇന്ന് എങ്ങനെയാ സംഭവിക്കുന്നത്? വചനം ധ്യാനിക്കണം, വചനം ധ്യാനിക്കണം, വചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. നമുക്കെല്ലാം സുപരിചിതമാണ്. 1 സങ്കീർത്തനത്തിൽ പറയുക, കർത്താവിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്, അതിന്റെ ഇല വാടത്തില്ല, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ഹല്ലേലൂയ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവവചനം എടുത്ത് തുറന്നു പിടിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി വൈകാരികമായിട്ട് ഉള്ള അനുഭവങ്ങളുടെ പുറകെ പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ആണില്ലേ? എന്റെ കഴിഞ്ഞ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയപ്പോൾ ആണില്ലേ, പല സ്ഥലത്തും ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് ഭയങ്കര ഫീലിങ്ങും ഒത്തിരി കാര്യങ്ങളൊക്കെ നല്ലതായെല്ലാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വചനം ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വചനമല്ല നമ്മളെ നടത്തുന്നതെങ്കിൽ, വചനം വിട്ടിട്ട് ശക്തിയുടെ പുറകെ പോകരുത്. വചനം വിട്ടിട്ട് ഹല്ലേലൂയ ഇമോഷന്റെ വൈകാരിക പ്രകടനങ്ങളുടെ പുറകെ പോകരുത്. എപ്പോഴും ദൈവവചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കാനും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതപ്പെട്ട കർത്താവിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. അത് ധ്യാനിക്കണം. അതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ വചനത്തിൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. ഹല്ലേലൂയ. ഈ വൃക്ഷം എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അല്ലെ? യേശു എന്താ പറഞ്ഞ, 2 പേര് വീട് പണിതു, 2 പേര് വീട് പണിതു, ഒരുത്തൻ പണിത, ഈ 2 പേര് വീട് പണിതു. പക്ഷെ ഒരു ദിവസം ഭയങ്കര മഴയുണ്ടായി. ഇവിടെ കരണ്ട് പോയിരിക്കുക. എന്റെ സൗണ്ട് കേൾക്കാമല്ലോ? എന്നാലും ശബ്ദം കേൾക്കാമല്ലോ? ഓക്കെ. ഭയങ്കര മഴയുണ്ടായി. മഴയുണ്ടായിട്ട് ഇത് വല്ലാതെ കാണുന്നെങ്കിൽ ഞാൻ അതും കൂടെ അങ്ങ് ഓഫാക്കിയേക്കാം. ഓക്കെ, എന്റെ വോയിസ് കേൾക്കാമല്ലോ? താങ്ക് യു. എന്റെ വൈഫ് എനിക്ക് ലൈറ്റ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്, കുഴപ്പമില്ല, എമർജൻസി ഉണ്ട്. 2 പേര് വീട് പണിതപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചേ? ഭയങ്കര മഴ പെയ്തു. 2 പേരും വീട് പണിത്, 2 പേരുടെയും ബാല്യകാഴ്ചയൊക്കെ ഒരുമിച്ചായിരുന്നു. എല്ലാരും പറഞ്ഞു കൊള്ളാമല്ലോ, പക്ഷെ നിന്റെ വീട് എന്താണ് പണിയാൻ കുറെ നാൾ മുമ്പേ തുടങ്ങിയതാണല്ലോ എന്നൊക്കെ ആളുകൾ ചോദിച്ചു. ഒരുത്തന്റെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം മഴയെല്ലാം പെയ്ത് ഭയങ്കര വെള്ളം പൊങ്ങിയപ്പം ഒരുത്തന്റെ വീട് അങ്ങ് പൊളിഞ്ഞു വീണു. അവൻ പെട്ടെന്ന് പണിതതാ. ശരി, വലിയ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവന്റെ വീഴ്ച ഭയങ്കരമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ വീടിന്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. മഴ പെയ്തു, വെള്ളം പൊങ്ങി, ഒരുത്തന്റെ വീട് പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ. പക്ഷെ ഒരുത്തന്റെ വീട് നിന്നു. എത്ര മഴ പെയ്തണൊക്കെയും വെള്ളം പൊങ്ങിയണൊക്കെ അവന്റെ വീട് നിന്നു. എന്താ കാര്യം എന്നറിയാമോ? അവന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. എന്റെ വചനത്തെ മനസ്സിലാക്കി അത് കേട്ടിട്ട് അതിനകത്താ നിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ വീട് പൊളിയത്തില്ല. ഹല്ലേലൂയ. അല്ലാതെ എന്തെങ്കിലും ഉപരിതല വിപ്ലവത്തിനകത്ത്, എനിക്ക് ആ വാക്ക് കറക്റ്റ് അറിയില്ല, ഉപരിവിപ്ലവത്തിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ, ഒരു കാറ്റടിക്കുമ്പം ഒരു വെള്ളം വരുമ്പം ഇല്ലേ? ഹല്ലേലൂയ. ചില ആളുകൾ ചില ബുക്സ് എഴുതുന്ന ബുക്സിന്റെ ഓതേഴ്സിനെ ഫോളോ ചെയ്യും. ഒരു 10 വർഷം കഴിയുമ്പം അദ്ദേഹത്തിന്റെ റിലേ പോയി കഴിഞ്ഞാൽ ഈ വായിക്കുന്നവന്റെ റിലേയും പോകും. ഹല്ലേലൂയ. ചില പാസ്റ്റർമാരെ ഫോളോ ചെയ്യും. ഹല്ലേലൂയ. ചിലർ റിവൈവലിസ്റ്റിനെ ഫോളോ ചെയ്യും. കുറച്ച് കഴിയുമ്പം അവരിത് തിരിച്ചു പറയുന്ന കേൾക്കുമ്പം നിരാശ, അയ്യോ ഞാൻ ആ പാസ്റ്ററിനെ ഫോളോ ചെയ്തായിരുന്നു, ഈ പാസ്റ്റർ ഇപ്പൊ എന്തോ പറയുന്നേ. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ ആകെ ബുദ്ധിമുട്ടിപ്പോവും. ഹല്ലേലൂയ. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഒരു നല്ല അധ്യാപകനായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ കാണും. ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടു അതേ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. അതേ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ ചിത്രങ്ങളെ കൃത്യമാക്കി തരും. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വ്യക്തതയുള്ള ഇമേജുകളെ തരും. ഹല്ലേലൂയ. അതിന്റെ വലിയ ഔട്ട്പുട്ട്, ഒരു വലിയ ജീവന്റെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ വേണം, ബേസ്മെന്റ് വേണം. എനിക്കറിയാം, നമ്മളെല്ലാം പല സ്ഥലങ്ങളിൽ പല ബിൽഡിങ്ങുകളുടെ അകത്താണ്. നമ്മളെല്ലാം താമസിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. ഞാൻ താമസിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ഞാൻ 4ാമത്തെ നിലയിലാണ്.
ഇതിന് ഈ 4 നിലയുടെ അത്രയും സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. പക്ഷെ വെളിയിൽ നിന്ന് നോക്കി ആർക്കും ഫൗണ്ടേഷൻ കാണാൻ പറ്റത്തില്ല. ബേസ്മെന്റ് ആർക്കും കാണാൻ പറ്റത്തില്ല. ഈ ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷമില്ലേ, ആ വൃക്ഷം പുറമേ എല്ലാവർക്കും കാണാം, അതിന്റെ വേര് ആർക്കും കാണാൻ പറ്റത്തില്ല. വേര് സീക്രട്ടാ, ഫൗണ്ടേഷൻ സീക്രട്ടാ. നിന്റെ ദൈവവചന ധ്യാനം ഉണ്ടല്ലോ, അത് പരസ്യമല്ല, അത് രഹസ്യമാണ്. ഹല്ലേലൂയ. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഒരു വചന ധ്യാനമല്ല. നിന്റെ രഹസ്യ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, നിന്റെ സീക്രട്ട് ലൈഫിനകത്ത് നിനക്ക് ദൈവത്തിന്റെ വചനവും നീയുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. നീ സക്സസ്ഫുൾ ആകും. ഏത് കാറ്റ് വന്നാലും ഏത് പ്രശ്നം വന്നാലും നീ വീഴത്തില്ല. നിന്റെ അകത്തൊരു വ്യക്തതയുള്ള ചിത്രമുണ്ടായിരിക്കും, ലക്ഷ്യബോധ്യം ഉണ്ടായിരിക്കും, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാൻ പറ്റും, വഴി അറിയാൻ പറ്റും, ദിശ അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഇതെല്ലാം അറിയുന്ന ഒരു കാര്യമായിരിക്കും അകത്ത് കർത്താവ് തരുന്നത്. നിന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാൻ എന്തോ പറയുന്നതെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവവചനം ഒന്ന് തുറന്ന് വായിക്കണം. എനിക്ക് തോന്നുന്നു ഈ പേപ്പർ ഉള്ള ബൈബിള് വായിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ ഈ മൊബൈലിനകത്ത് വായിക്കുമ്പോൾ അതിന് ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് കണ്ണ് സ്ട്രെയിൻ ചെയ്യും. ടാബിനകത്തൊക്കെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഉണ്ടല്ലോ നമ്മുടെ പേപ്പർ ബുക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു മണവും അത് തുറക്കുമ്പോൾ ഉള്ളൊരു ഒരു ഫീലും ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ എടുത്ത് വായിക്കുന്നതാണ് നല്ലേ. ഹല്ലേലൂയ. ഒരു പേപ്പർ ബൈബിൾ ഉണ്ടെങ്കിൽ അത് തുറന്നെടുത്ത് വെച്ചിട്ട് അതൊന്ന് വായിക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. അതൊന്ന് ധ്യാനിക്കാൻ തുടങ്ങിക്കേ. നിങ്ങളുടെ അകത്ത് കർത്താവ് ചില ഇമേജുകളെ തരും. ഒന്നുകൂടെ ഞാൻ പറയാം, കഴിഞ്ഞ കാലത്തിന്റെ ഭൂതകാലത്തിന്റെ ചില ഓർമ്മകളുമായി ബന്ധപ്പെട്ട് നിന്റെ അകത്ത് കാലവും മനുഷ്യരും പിശാചും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കി വെച്ച സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നീ ഇങ്ങനെ പോകത്തുള്ളൂ, നീ ഇവിടെ ചെന്ന് അവസാനിക്കൂ എന്ന് പറഞ്ഞ എഴുതി വെച്ച ചില തിരക്കഥകൾ നീ വചനം വായിക്കുമ്പം പരിശുദ്ധാത്മാവ് അത് എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ തിരക്കഥ നിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാപിക്കും. നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, ഭൂതകാലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോഴെല്ലാം ഒരു ലൂപ്പിനകത്ത് അകപ്പെട്ടതുപോലെ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യുന്ന തോട്ടുകൾ തലയ്ക്കകത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് ഹാങ് ചെയ്ത് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ഒരു ചെയിൻ പോലെ അങ്ങനെയുള്ള ചിന്തകൾ തലയ്ക്കകത്ത് ഇട്ടിട്ട് തലവേദന എടുത്ത് മൈഗ്രെയിൻ ഉണ്ടാക്കി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് പരിശുദ്ധാത്മ പറയാൻ, നീ വചനം വായിക്കാൻ തുടങ്ങിക്കോ. മൈഗ്രെയിന് നിന്നെ തൊടാൻ പറ്റത്തില്ല, തലവേദനയ്ക്ക് നിന്നെ തുടങ്ങാൻ പറ്റത്തില്ല, ഒരു അസ്വസ്ഥതയ്ക്കും തൊടാൻ പറ്റത്തില്ല. മനുഷ്യൻ എഴുതി വെച്ച തിരക്കഥയല്ല, ആ സ്ക്രിപ്റ്റ് അല്ല ചലിക്കാൻ പോകുന്നത്. ഒരു പുതിയ തിരക്കഥ, കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവഹിതത്തിന്റെ ഒരു തിരക്കഥ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അകത്ത് എഴുതും. ഹല്ലേലൂയ. ആ അകത്ത് കിട്ടുന്ന ഹല്ലേലൂയ ആ തിരക്കഥ, ദൈവം സംവിധാനം ചെയ്ത തിരക്കഥ, അത് നിന്റെ അകത്തൂടെ അതിനെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യും. അത് നിന്റെ അകത്തൂടെ പുറത്തു വരും. നിന്റെ കണ്ണത് കാണും, നിന്റെ തലമുറ അത് കാണും. ഇത് തലമുറ വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തിയായിട്ട് വ്യാപരിക്കും. ഇന്ന് അതിനെ സ്വീകരിച്ചു. ചില ചെയിനുകളെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. ചിന്തകളുടെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാമ്പത്തിക ഭാരമാകട്ടെ, തലമുറകളെ കുറിച്ചുള്ള ഭാരമാകട്ടെ, ആരെങ്കിലും ചെയ്ത പ്രവൃത്തിയാകട്ടെ, ചില വഞ്ചനകളാകട്ടെ, ചീറ്റ് ചെയ്തതാകട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ, ആരോടും പറയാൻ കഴിയാതെ കിടക്കുന്ന പെയിനുകൾ പരിശുദ്ധാത്മാവ് അതിനെ ഹീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹീൽ ചെയ്യുന്നു. അത് മാത്രമല്ല, തുടർമാനമായിട്ട് ഈ ഒരു പ്രോസസ് നടക്കാനുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, വചനവുമായിട്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ഇന്ന് ഈ ഒരു മീറ്റിങ്ങിനകത്തൂടെ കിട്ടുമ്പോൾ കൊള്ളായിരുന്നു, നല്ലൊരു വചനമായിരുന്നു എന്ന് തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷന്റെ അപ്പുറത്ത് ഒരു റിസൾട്ട് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കും. ഞാൻ ദൈവവചനം ധ്യാനിക്കും. എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അധികാലത്ത് എഴുന്നേറ്റ് ഞാൻ ദൈവത്തിന്റെ വചനം തുറന്ന് ഹല്ലേലൂയ ഞാൻ അതിനെ ഭക്ഷിക്കും. ഞാൻ അതിനകത്ത് കൊള്ള കണ്ടെടുക്കും. ഹല്ലേലൂയ. ഞാൻ അതിനെ ധ്യാനിച്ചിട്ട് ഞാൻ എന്റെ വാ കൊണ്ട് അത് പറയും. ഹല്ലേലൂയ. പറയാൻ ദൈവത്തിന്റെ ഹിതം മനസ്സിലായ വാ തുറന്ന് പറഞ്ഞോ ഇല്ലേ? ഹെരോദാവ് യേശുവിനെ കൊല്ലാൻ വേണ്ടി അന്വേഷിച്ചു. യേശു പറയുകയെ, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇവിടെ തന്നെ കാണും. അല്ലേ, വേണമെങ്കിൽ വന്ന് എന്നെ പിടിക്കാൻ, അല്ലേ?
ഹല്ലേലൂയ. കാരണം യേശുവിന് അറിയാം ദൈവത്തിന്റെ ഹിതവേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ കുറുക്കനോട് പോയി പറ 3 ദിവസം ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിന്റെ ഹിതത്തിന്റെ ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കും. ഒരു മനുഷ്യനും നിനക്ക് വിരോധമായി നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഹിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവവചനത്തിനകത്തൂടാ. ഇന്ന് ആ ചിത്രങ്ങളിൽ പരിശുദ്ധാത്മാ വിടുന്നു. ദൈവവചനം വായിക്കുന്നതിന്റെ ഗൗരവത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരിക, ഹൃദയത്തെ സൂക്ഷിക്കുക. ഹാലലി. ന്യൂസ് പേപ്പർ നമ്മൾ വായിച്ചില്ലേലും ലോകത്ത് നടക്കാനുള്ളത് നടക്കും. ഹാലി. ന്യൂസ് മറ്റു നെഗറ്റീവ് വാർത്തകൾ കേട്ടില്ലേലും നടക്കാനുള്ളത് നടക്കും. ഇതെല്ലാം കൂടെ ഹൃദയത്തിൽ നിറച്ചു വെക്കുമ്പോൾ നമ്മുടെ വായി സംസാരിക്കുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാ. ഹാലലുഹ്യ. രണ്ടുപേര് കൂടുമ്പോൾ നമുക്ക് കാറിനെ കുറിച്ചുള്ള വാർത്തകൾ, പുതിയ ടെക്നോളജിയെ കുറിച്ചുള്ള വാർത്തകൾ, ഇങ്ങനെയുള്ള ന്യൂസുകളെ കുറിച്ചുള്ള വാർത്തകൾ, ഇതൊക്കെ പറയാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷെ നമ്മുടെ അകത്തുള്ള ജീവൻ പോകാറുണ്ടോ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ എവിടോ മുറിഞ്ഞിട്ടാ നിൽക്കുന്നേ. നമ്മളോട് സംസാരിക്കുന്ന ആളുടെ ജീവിതത്തിൽ നമ്മളിലൂടെ ഒരു ജീവൻ തൊടാനുണ്ട്. പക്ഷെ നമ്മൾ അതിനെ മിസ് ചെയ്യുക. ഹാലലി. പിതാവിന്റെ ബിസിനസ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എവിടേക്കോ നമ്മൾ ദൗത്യം മറന്നു പോകുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വചനം വായിക്കുന്നവരാകരുത് നമ്മൾ. ഫസ്റ്റ് നമ്മൾ ദൈവവചനം ചിലപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വചനം ധ്യാനിക്കുമ്പോൾ ആ വാക്യം എന്നെ വായിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അക്ഷരങ്ങൾ എഴുന്നേറ്റ് എന്റെ കണ്ണിനകത്തോട്ട് കയറിപ്പോകുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് എന്റെ അകത്തൊരു ഭയങ്കര പ്രകാശനം ഉണ്ടായിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് എന്റെ മോളെ പൊക്കി എടുത്തിട്ട് ഒരു 10 റൗണ്ട് കറക്കിയിട്ട് ഞാൻ പോയിരിക്കും. കാരണം ഇത് ജീവനാ, ഇത് പ്രകാശമാണ്. ഏത് മനുഷ്യനെയും ജീവിപ്പിക്കുന്ന ഒരു ലൈറ്റ് നമ്മുടെ അകത്തുണ്ട്. ആ ലൈറ്റിനകത്തോട്ട് വചനം കൂടെ പോയി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പാർക്ക് ഉണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ ശരീരം മുഴുവൻ കത്തിക്കേറും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസുകൾ ദൈവ വചനത്തിനകത്തൂടെ ഉണ്ടാകുന്ന എൻകൗണ്ടറുകൾക്കായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് നമ്മുടെ സമയം അവസാനിച്ചല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രഭാർത്ഥനാഥന ലേംബ്രോഘാന്തനേ ശുഘോരമർത്തനാഥന പ്രഭാസിയാന്തര ലീബ്രഖാല ഹസുരവന ശിഖമനധര ജാരഹാന്തനെ അർത്തിമാന്തന പ്രഭാർത്ഥാനമാനമ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, വചനം തുറക്കാൻ പറ്റാതെ, അത് വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നത് പോലെ ധ്യാനിക്കാൻ പറ്റാതെ, ദൈവ വചനത്തിന്റെ അകത്തെ നന്മകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ ആ മേഖലകൾ കർത്താവ് ഇന്നത്തെ സാങ്കേതിക വിദ്യകളും ഇന്നത്തെ ടെക്നോളജിയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം ഞങ്ങളുടെ കണ്ണിനെ മറച്ചു, ഞങ്ങളുടെ മനസ്സിനെ മറച്ചു, ഞങ്ങളെ വല്ലാത്തൊരു തരം ക്രിസ്തീയ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പലതിനകത്തും ഹല്ലേലൂയ ആനന്ദിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിനകത്തുള്ള ശൂന്യതകളുണ്ട്. ആ ശൂന്യതകളെ എല്ലാം മാറ്റി ഞങ്ങളെ പൂർണ്ണ നിറവിൽ നിറയ്ക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവിക ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയുന്ന അവിടുത്തെ വചനത്തിന്റെ പ്രസക്തിയെ ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് നല്ല അധ്യാപകനായി ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ കൈക്ക് പിടിക്കുന്നതിനായി നന്ദി. ഏതാത്മാവിനാൽ ദൈവവചനം എഴുതപ്പെട്ടു, അതേ ആത്മാവിനാൽ കർത്താവ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അകത്തെ അവരെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ വചനത്തിന്റെ രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കണമേ. കർത്താവ്, ഇൻഫർമേഷൻ കിട്ടാൻ ബൈബിൾ വായിക്കുന്നത് അനുഭവം മാറിയിട്ട് അതിനകത്ത് റെവലേഷനുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആളുകളുടെ ജീവിതത്തിൽ, ബിസിനസ്സിൽ, ഭാവിയിൽ, തലമുറയിലൊക്കെ പിശാച് എഴുതി വെച്ച തിരക്കഥകളെ കർത്താവ് തന്നെ ആത്മീക അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു, അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നു. അതിലെ ചിന്തകൾ മാറാൻ കഴിയാതെ അതിനെ ഇങ്ങനെ ചിന്തിപ്പിച്ച് കണക്ട് ചെയ്യുന്ന ചെങ്ങലകളെ, ചെയിനുകളെ യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വലിയ മഹത്വം വെളിപ്പെട്ടതിനായി നന്ദി. ചില പുതിയ തുടക്കങ്ങൾ ഈ ജൂലൈ മാസത്തിന്റെ പ്രാരംഭ മാസം പരിശുദ്ധാത്മാവ് ചെയ്ത വലിയ ദൈവപ്രവൃത്തികളുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ആ ശക്തിയാൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സങ്കല്പത്തെ, ഇമാജിനേഷനെ, ദൈവത്തിന്റെ ട്രൂത്തിന്, ദൈവത്തിന്റെ സത്യങ്ങൾക്ക് വിരോധമായി പൊങ്ങി വരുന്ന ഇമാജിനേഷനെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ പൊട്ടിച്ചു കളയുന്ന യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു പോകട്ടെ. കർത്താവെ, വലിയ വിടുതലുകളെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. ആത്മമണ്ഡലത്തിൽ നടന്ന ജയത്തിനായി സ്തോത്രം. ചില തീരുമാനങ്ങളിൽ ചിലരെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചതിനായി സ്തോത്രം. ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. താങ്ക് യു. ആമേൻ.